പിന്നെ പറയും ബാക്കി വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ. എനിക്ക് റൊമാൻറ്റിക്കൽ വീഡിയോയിൽ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ താരമായിട്ട് നിൽക്കുന്ന രേണുസുതിയാണ്. ഒരു ബാക്കിയുള്ള ഫിൽറ്ററോ? അപ്പൊ ഞാൻ പോകുന്നു. ടാറ്റ, ബൈ ബൈ, ഓക്കെ, സീ യു, ലവ് യു. അയ്യോ ചേച്ചി പോലെ ലൈവിൽ വന്ന് എക്സ്ക്ലൂസീവ് ആയിട്ട് പൈസ കൊടുത്തിട്ടുള്ള ആൾക്കാരെ ലൈവിൽ വന്നിരുന്ന് സാറ്റിസ്ഫൈ ചെയ്തതിന് ശേഷം ചേച്ചി പോകുന്നു. അതായത് ഛോട്ടാ മുംബൈ സിനിമയിൽ പറയുന്നത് പോലെ തടവുകാരിയായി ഷക്കീൽ വരുമെന്ന് പറയുമ്പോഴത്തേക്കിനുള്ള ഒരു കുളിർമയുണ്ടല്ലോ, അങ്ങനെ ഒരു കുളിർമ നൽകിയതിന് ശേഷം എങ്ങനെയാണ് ചേച്ചിക്ക് പോകാനായിട്ട് കഴിയുന്നതെന്ന് ആലോചിച്ച് നോക്കേ. നമ്മുടെ ചേച്ചി വീണ്ടും വന്നിരിക്കുന്നു ലൈവുമായിട്ട്, അതും വിശ്വവിഖ്യാതമായ ലൈവുമായിട്ട്. ആ ലൈവ് കണ്ടവർക്കറിയാം, അല്ലെങ്കിൽ ഞാനിവിടെ കാണിച്ചു തരാം. അങ്ങ് ഹോളിവുഡിലെ ടോം ക്രൂസിന്റെ നായികയാവാൻ വരെ ചാൻസ് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കൽപ്പിക്കുന്ന വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അത് വേറെ ആരുമല്ല, രേണുസുതിയാണ്. രേണുസുതിയാണ് അടുത്ത ടോം ക്രൂസിന്റെ നായികയായിട്ട് ഇവിടെ നിന്ന് എത്താനായിട്ട് പോകുന്നത്, മറ്റാരുമല്ല. അത്രയും അധികം പ്രശസ്തിയിലേക്കാണ് ആ കുട്ടി വളരുന്നത്. കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ അറിയാവുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മോഹൻലാൽ അല്ല, വി ഡി സതീശനാണോ? അല്ല. വേറെ ആരാണെന്ന് പറഞ്ഞു, പിണറായി വിജയനാണോ? അല്ല. ആരാണവൾ? അവളാണിവൾ. ഏതവള്? രേണുസുതി. ടോം ക്രൂസിന്റെ നായിക അവനായിട്ട് പോകുന്ന രേണുസുതിയെ കുറിച്ചായിരിക്കും ഇന്നത്തെ എന്റെ വീഡിയോയിൽ. അത് വിശ്വവിഖ്യാതമായിട്ടുള്ള ചേച്ചിയുടെ ലൈവ് ആയിരിക്കും കൊണ്ടിരുന്നത്. ആ ലൈവ് നമ്മൾ കാണുന്നതിന് തൊട്ട് മുമ്പായിട്ട് രേണുസുതിയെ ചുറ്റിപ്പറ്റിയിട്ടുള്ള 2 അപരാധ വീഡിയോ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഒന്ന്, മഴ പെയ്യുന്നതും കാത്തിരിക്കുന്ന വേഴാമ്പൽ. അതുമല്ലെന്നുണ്ടെങ്കിൽ ഋഷ്യശൃംഗൻ, കേരളത്തിലെ യുവതികളുടെ തരുണി മണികളുടെ അങ്ങ് ഏട്ടനായി മാറിയിരിക്കുന്ന വെള്ളത്തിനുള്ളിലെ തടവുമേശയായിട്ടുള്ള പോക്രാച്ചി തവള. രണ്ടാമത്തത് അവരത്തി, ചേച്ചിയുടെ അവരത്തി. അതാണ് ഹൈലൈറ്റ്. ഈ ഒരു കഥയ്ക്കകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഏതാന്ന് ചോദിച്ചാൽ അതാണ്. നമുക്ക് ആദ്യം തൊട്ട് തന്നെ വരാം, അതിന് ശേഷം ആ ലൈവ് എന്തോന്നും കാണിച്ചു തരാം. എനിക്ക് റൊമാൻറ്റിക്കൽ വീഡിയോയിൽ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ താരമായിട്ട് നിൽക്കുന്ന രേണുസുതിയാണ്, വേറെ ആരും ഇല്ലെന്നാണ് എന്റെ ഒരു തോന്നൽ. അയ്യോ, അത് മോന്റെ തോന്നലാണ് മോനെ, ബെസ്റ്റ് തോന്നല്. കേരളത്തിൽ ആർക്കും തോന്നാത്ത തോന്നലാണ് നിന്നെ പോലുള്ളവന്റെ ഒക്കെ തലയെ തോന്നാനായിട്ട് പോകുന്നത്. നീ റൊമാൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒന്ന് വിവരിച്ചു തന്നാൽ വളരെ നല്ലതായിരിക്കും. ഈ കട്ടിലിൽ കിടന്നുകൊണ്ട് പല അഭ്യാസങ്ങളും പല ഷോർട്ട് ഫിലിമിനകത്ത് കാണിച്ചു കൂട്ടുന്നതാണോ റൊമാൻസ്? അതുമല്ലാന്നുണ്ടെങ്കിൽ കള്ളിഷാപ്പിൽ കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കി മാറ്റി കളിക്കുന്നതാണോ റൊമാൻസ് ഉദ്ദേശിച്ചിരിക്കുന്നത്? ചിലപ്പം ഇവന്റെയൊക്കെ കണ്ണിൽ അതായിരിക്കും ഏറ്റവും വലിയ റൊമാൻസ്. കാരണം ഇവന്റെ കൂടെയുള്ള അഭിലാഷേട്ടായിട്ട് റൊമാൻസ് നമ്മൾ കണ്ടു കാണുന്നത് ഏതോ ഗ്രഹണി പിടിച്ച പിള്ളേർക്ക് ചക്കക്കൂട്ടാൻ കിട്ടിയാണ് അവങ്കടുത്ത് കാണിക്കുന്നത്. അപ്പൊ പിന്നെ ഇതൊക്കെ അവന് റൊമാൻസ് ആയിട്ട് തോന്നിയേക്കാം. വലിയ കുഴപ്പമൊന്നുമില്ല മോനെ. അപ്പം രേണുസുതിയായിട്ട് എനിക്ക് റൊമാൻറ്റിക്കൽ വീഡിയോ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. കുറെ നാളായി എനിക്കൊരു ആഗ്രഹമുള്ളത്. ആ പെണ്ണിനെ കിട്ടുവാണെങ്കിൽ പിടിച്ച് കടിക്കൊന്നും ചെയ്യല്ലേ നീ? ഭയങ്കര ആഗ്രഹമൊക്കെ ഉള്ള കണ്ണൊക്കെ എടുത്തിട്ടാണല്ലോ മോൻ വന്നിരിക്കുന്നത്. മോൻ ഇന്ന് അംഗനവാടി പോയിട്ട് വന്നേടാ. അപ്പോൾ അതിനുള്ള പ്രൊഡ്യൂസറും കാര്യങ്ങളും നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ്. നമുക്ക് രേണുസുതി ബിഗ് ബോസ് താരമായതുകൊണ്ട് നമ്മുടെ കയ്യിൽ അതിനുള്ള പേയ്മെന്റും കാര്യങ്ങളും കൊടുക്കാനില്ല രേണുസുതിക്ക്. എടാ അത് ആഗ്രഹമല്ല മോനെ, അത്യാഗ്രഹമാണ്. എനിക്കിപ്പോൾ ഐശ്വര്യ റായിട്ട് അഭിനയിക്കണം, പക്ഷെ എൻ്റെ ഒന്നുമില്ല, ആരും പ്രൊഡ്യൂസർ ഇല്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രൊഡ്യൂസർ ഉണ്ടെങ്കിൽ വാ, എന്നിട്ട് ഐശ്വര്യ റായിക്ക് വിളിച്ച് പൈസ കൊടുക്കുക. എന്നിട്ട് എനിക്ക് ഒന്നും തരേണ്ട, നിങ്ങൾ എന്നെ വേണമെങ്കിൽ വിളിച്ചോ, ഞാൻ വേണേൽ ഫ്രീ ആയിട്ട് വന്ന് അഭിനയിച്ച് തരാം. മോനെ അത് അത്യാഗ്രഹമല്ലേടാ? കയ്യിലൊരു ആട്ടും കാട്ടം പോലും ഇല്ലെങ്കിൽ കാണിക്കുന്ന അത്യാഗ്രഹമല്ലേ? അല്ലമ്പ് സ്വഭാവം, അല്ലമ്പ് പരിപാടി. അങ്ങനെ എങ്ങാനും വരുവാണെങ്കിൽ നീ മറ്റേ കടിച്ചൊന്നും കളയല്ലേ കേട്ടോ. ഒരു റീലെങ്കിലും ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതിൽ പ്രൊഡ്യൂസർമാരായിട്ടുണ്ടെങ്കിൽ വിഷ്ണു കൊച്ചിക്കാരൻ്റെ മെസ്സേജ് എടുക്കുക. രേണുസുതിക്ക് പ്രതിഫലം കൊടുത്താൽ മതി, എനിക്ക് പ്രതിഫലം തരണ്ട. എന്നാലും കേരളത്തിൽ ഇത്രയും ദാരിദ്ര്യം പിടിച്ചിട്ടുള്ള ഒരു പ്രൊഡ്യൂസർമാരും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അയ്യോ അങ്ങനെ പറയാൻ പറ്റത്തില്ല കേട്ടോ. രേണുസുതിയുടെ ഇപ്പം അവസാനം ഇറങ്ങിയ കുറ്റിക്കാട്ടിലെ കാറ്റ്, അയ്യോ അത് അന്യായ സാധനം. അത്രയും ദരിദ്രമായിട്ടുള്ള പ്രൊഡ്യൂസറൊക്കെ ഇവിടെ ഉള്ളത് കൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ല. രണ്ടാമത്തെ ചേച്ചിയുടെ അവരത്തി, അയ്യോ ഇത് ഏത് സൈഡിൽ നോക്കിയാലും രേണു തന്നെ. ഇങ്ങനെ നോക്കിയ രേണു, ഇങ്ങനെ നോക്കിയ രേണു, മേളിൽ താഴോട്ട് നോക്കിയ രേണു, എങ്ങനെ നോക്കിയാലും രേണു. കുറിച്ച് എന്താ അഭിപ്രായം? നല്ലൊരു വ്യക്തിയാണ്. കാരണം സുധിച്ചേട്ടൻ മരിച്ചത് പിന്നെ പുള്ളിക്കാരി ഒരുപാടധികം കഷ്ടപ്പെട്ടാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിലൂടെ അയ്യോ എന്റെ പൊന്നു കുഞ്ഞേ, കഷ്ടപ്പാടെന്ന് വെച്ച് കഴിഞ്ഞാ അറിയത്തില്ല. അയ്യോ ആ പിള്ളാരെ വളർത്താനായിട്ട് ആ പെങ്കൊച്ചു കിടന്ന് കഷ്ടപ്പെടലുണ്ടല്ലോ. ഒരിറ്റ തുണി പോലും ഇല്ല ഇപ്പൊ കഷ്ടപ്പെടുമ്പോഴത്തേക്കിന്. അത്രയധികം ബുദ്ധിമുട്ടി, നിങ്ങൾ പറയുന്ന കണക്കല്ല, അത്രയധികം ബുദ്ധിമുട്ടിയാണ് ഓരോ ദിവസവും തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നത്. സ്വന്തമായിട്ടൊരു തുണി മേടിക്കാൻ പൈസ ഇല്ല. അങ്ങനെ എവിടെയെങ്കിലും കീറി അത് തയ്ക്കാൻ നൂല് മേടിക്കാൻ പൈസ ഇല്ല. നൂല് മേടിക്കാൻ പൈസ എവിടെന്നെങ്കിലും കുത്തിയിട്ടാൽ പോലും ഒരു സൂചി മേടിക്കാതെ എങ്ങനെ തുന്നും? അത്രയും ദാരിദ്ര്യം പിടിച്ച വളർന്നുകൊണ്ടിരിക്കുമോ? മനസ്സിലായോ? വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ ഒരുപാട് ആൾക്കാര് പുള്ളിക്കാരനെ പറ്റി മോശമായിട്ടൊക്കെയാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ എന്തുവേണ്ടും പറഞ്ഞോട്ടെ, എന്നാൽ പോലും നമ്മളത് നമുക്ക് എന്താ പറയാ, പുള്ളിക്കാരിനെ എനിക്ക് അങ്ങനെ നെഗറ്റീവായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. കാരണം എനിക്ക് ഏറ്റവും അങ്ങനെ തോന്നത്തില്ല.
ആ രീതിയിൽ പോകാൻ ഉദ്ദേശിക്കുന്ന ആർക്കും അതൊരു നെഗറ്റീവായിട്ട് തോന്നത്തില്ല. പാതകൾ വെട്ടിയിട്ട് കൊടുക്കുന്നവൻ നേതാവ്. അപ്പൊ ഇവരുടെ നേതാവ് രേണുസുതിക്ക് ജയ്. അത്രേ ഉള്ളൂ. കൂടുതൽ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് രേണുസുതി എന്ന് പറയുന്ന ഒരാൾ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ നല്ലൊരു വ്യക്തിയാണ് പുള്ളിക്കാരി. എനിക്ക് അത്രയും രേണുവിന്റെ വലിയൊരു ഫാനും കൂടിയാണ് ഞാൻ. ഇപ്പൊ ഈ ഡൂപ്പും കൂടെ ഇറങ്ങിയെന്ന് പറഞ്ഞപ്പോ ഏറ്റവും കൂടുതൽ സന്തോഷമാണ്. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇനി രേണുസുതിയുടെ ഡൂപ്പ് എന്നാണോ സ്റ്റേജ് ഷോയ്ക്ക് ഇറങ്ങാൻ പോകുന്നത്, ഉടനെ തന്നെ കാണും. ഇതായിരിക്കും മിക്കവാറും രേണുസുതിയുടെ മെയിൻ ഡൂപ്പായിട്ട് വരാൻ പോകുന്നത്. ഇനിയിപ്പം മറ്റേ മഹേഷ് മിമിക്രിയൊക്കെ രേണുസുതിയുടെ സൗണ്ടൊക്കെ ഇമിറ്റേറ്റ് ചെയ്യുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ രേണുസുതിയുടെ ഒരു ഇമ്പ്രൂവ്മെന്റ്. ഒരേ കണക്കിരിക്കുന്ന ആള്, രേണുസുതിയുടെ സൗണ്ട്, രേണുസുതിക്ക് വേണ്ടി വീഡിയോ ചെയ്യുന്ന ആൾക്കാർ, രേണുസുതിക്ക് എതിരെ വീഡിയോ ചെയ്യാനുള്ള ആൾക്കാർ. ഒരു മനുഷ്യ ഗുണത്തിൽപ്പെട്ട ഒരു പെൺകൊച്ചിനോ ഒരു ആൺകൊച്ചിനോ ഇതിൽ കൂടുതൽ സൗഭാഗ്യങ്ങൾ എവിടെ നിന്ന് ലഭിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇത്രയും അധികം സൗഭാഗ്യങ്ങൾ തന്നെ വീട്ടിൽ ഇരുന്ന് വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് ആ കൂടി എന്താ കിട്ടുന്നുണ്ട്? ആരെങ്കിലും ഒക്കെ വല്ലതും വെച്ച് തരുന്നത് തിന്നും, അല്ലെ സ്വന്തമായിട്ട് ജോലിക്ക് പോയി ഉണ്ടാക്കി തിന്നും, അല്ലാതെ എന്തോ തിന്നുന്നു. രേണുസുതിയുടെ കണക്ക് പറ്റുന്നോ? പറ്റത്തില്ല. 10 മിനിറ്റ് സമയം തന്നാൽ ഞാൻ വേണം ഒന്ന് പറ്റിച്ച് കാണിക്കാം അടുത്തത്. ഓക്കെ, ഇനി രേണുസുതിയുടെ ലൈവിലേക്ക് നമുക്ക് പോവാം. പിന്നെ പറയൂ ബാക്കി വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? വേറെ പറയൂ. വാവ്, അടിപൊളി ലുക്ക്. ജസ്റ്റ് ബീറ്റ് ഇറ്റ്. കണ്ടോ? എനിക്ക് തുമ്പുള്ള തൊപ്പിയുണ്ട്. ചേച്ചിക്ക് തുമ്പുള്ള തൊപ്പിയുണ്ടോ? ഇല്ല, ചേച്ചിക്ക് തുമ്പുള്ള തൊപ്പി വരത്തില്ല. കണ്ടോ, എനിക്ക് തുമ്പുള്ള തൊപ്പിയുണ്ട്. അതാണ് ബീറ്റ് ഇറ്റ്. എങ്ങനെ റിയാക്ഷൻ വീഡിയോ ചെയ്യണ്ടേ എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വയ്യല്ലോ. ചേച്ചി എങ്ങനെ ചേച്ചി ലൈവ് എടുത്തത് ഇങ്ങനെ എടുത്തിട്ട്? ഞാൻ പറഞ്ഞില്ല, ഞാനിത് ഭയങ്കര കുറ്റമായിരുന്നു. എൻ്റെ കസിൻസൊക്കെ എന്നെ വിളിച്ചിട്ട് എന്തായാലും കാണിച്ചേ. ഞാൻ പറഞ്ഞു ഓരോരുത്തരും മക്കളെ എവിടാടാ നിങ്ങൾ ഇരിക്കുന്നത്? എന്തൊക്കെയാടാ നടക്കുന്നത്? ഈ രാജ്യത്ത് എന്തൊക്കെയാടാ നടക്കുന്നത്? എങ്ങനെ ഇരിക്കൂടാ നമ്മൾ? ഇവിടെ ആയിരുന്നു നമ്മൾ. എങ്ങനെയാടാ ഇങ്ങനെ ഇരുന്ന് കാണുന്നത്? നോക്കേ, ദൈവമേ. ചേച്ചിയാണ് അതിൻ്റെ ഇടയിൽ കൂടെ പറയുന്നത് എന്നോ ചേച്ചിക്ക് അറിഞ്ഞൂടാ. കമന്റ് വായിക്കാനാണോ തൊപ്പി എടുത്ത് വെച്ചത്? ഈ കമന്റ് ഇങ്ങനെ വായിച്ചോ എന്തോ. എന്തായാലും എന്തൊക്കെയാ കാണിക്കുന്നേ? ഞാൻ എൻ്റെ ചുണ്ടല്ലേ കടിച്ചുള്ളൂ, വേറൊന്നും കടിച്ചില്ല. എൻ്റെ ചുണ്ട് പൊട്ടിയിരിക്കും. നിങ്ങളുണ്ടായിരുന്ന ലൈവില്, നിങ്ങൾ ഓരോരുത്തരും കാണുമായിരിക്കും ലൈവില്. ഞാൻ ചുണ്ട് പൊട്ടിയിരിക്കുന്നു. കഷ്ടമില്ല, ഒരു ക്യാമറയുടെ മുന്നിൽ ഇരുന്നിട്ട് ഇട്ടിരിക്കുന്ന തുണി കറക്റ്റായിട്ട് പിടിച്ച് വെക്കാനായിട്ട് കഷ്ടപ്പെടുന്ന ഒരു രേണു. ഒന്ന് ആലോചിച്ച്, ഒരു പെൺകുട്ടിയുടെ കഷ്ടപ്പാട്. അത് ഇച്ചിരി ഇമ്മിണിയൊന്നുമല്ല, ചെറുതോ വലുതോ കഷ്ടപ്പാടുകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് രേണുസുതി മാത്രം. TMT കമ്പികൾ പറഞ്ഞതാണ്. അപ്പം ആരോ ഒരാൾ പറഞ്ഞു, എന്താ പറയാ, അയ്യോ രേണുസുതിയുടെ ആ ടീഷർട്ടിന്റെ തുമ്പത്തെങ്ങാണ്ട് നനഞ്ഞെന്ന് തോന്നുന്നു കേട്ടോ. കൊച്ചു പിഴിഞ്ഞോണ്ടിരിക്കുവോ അവിടെ? എന്തുവാന്ന് വെച്ചാ കടിക്കട്ടെ എന്ന് ചോദിച്ചപ്പോ ഞാൻ കടിക്കല്ലെന്ന് പറഞ്ഞു. അതാണ് ലൈവ്, അതാണ് എടുത്തത്. അയ്യോ അങ്ങനല്ല, കടിക്കല്ലേടാ, അങ്ങനെയാടാ കുട്ട, കടിക്കല്ലേടാ കുട്ട കൊണ്ട് പോയേക്കുന്നത്. സോ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഐ സോ ഹാപ്പി. എനിക്ക് എന്ത് കുഴപ്പം? എനിക്ക് യാതൊരു പ്രശ്നമില്ല. അങ്ങനെ പറയുന്നവര് പറഞ്ഞോണ്ടി. ചേച്ചി ട്രെൻഡല്ല കാണിക്കുന്ന. ഞാൻ വിചാരിച്ച ചേച്ചി ടീഷർട്ടിനകത്ത് വെള്ളം പറ്റിയപ്പോ അത് പിഴിഞ്ഞതല്ല. വലിയ ടീഷർട്ടാ, പക്ഷെ മടക്കി ഇങ്ങനെ പൊക്കി. അയ്യോ സോറി, ഐ എം റിയലി സോറി. ഞാനത് ഉദ്ദേശിച്ചതല്ല, ഒരാവേശത്തിൽ ഇങ്ങ് പൊക്കി പോയതാ. അങ്ങനെ ചേച്ചി ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ മടക്കി അത് വലിയ ടീഷർട്ടായാലും മടക്കി മേളിൽ കയറ്റി വെക്കും. അതിന്റെ ഒരു ധാർമ്മിക ബോധം എന്താണെന്നും അതിൽ നിന്ന് നിങ്ങൾ കൊടുക്കുന്ന മെസ്സേജ് എന്താണെന്നും അതുവഴി കാണുന്നവർക്ക് എന്ത് മെസ്സേജ് ആണ് കിട്ടുന്നതെന്നും എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് വല്ല മനസ്സിലാവും, നിങ്ങളൊന്ന് കമന്റ് ചെയ്യും. എനിക്ക് യാതൊരു പ്രശ്നമില്ല. ഞാൻ പറഞ്ഞില്ല, എന്നെ സ്നേഹിക്കുന്നവർ ഇപ്പോഴും എൻ്റെ കൂടെ തന്നെയുണ്ട്. ചേച്ചി നിങ്ങൾക്ക് തെറ്റി. നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരാരും നിങ്ങളെ സ്നേഹിക്കുന്നവരല്ല, മറിച്ച് നിങ്ങളുടെ തകർച്ച കാണാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. ആ സ്നേഹമാണ് നിങ്ങൾ ഇപ്പോൾ തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവനെന്താ പറഞ്ഞേ? ബ്ലൂ വെയിൽ എന്താ പറഞ്ഞ? അജാതി പരിപാടി കാണിക്കാനാണോ നിന്നെ കയറി സബ് ചെയ്തത്? എന്ത് ആര് പരിപാടി കാണിച്ചെന്ന്? നീ എന്ത് കോപ്പായി പറയുന്നേ? നീ എന്ത് കോപ്പാ പറയുന്നത്? ആര് പരിപാടി കാണിച്ചെന്നാ നീ പറയുന്നത്? എന്തോ രേണു കാണിച്ചത്? അവന്മാര് മാത്രമേ കണ്ടുള്ളൂ, നമ്മളൊന്നും കണ്ടില്ലല്ലോ. എന്തുവാ? എടി പോടി നീ എന്നൊക്കെ നിന്റെ വീട്ടിൽ ചെന്ന് വിളിക്കുക. സബ് കളഞ്ഞിട്ട് പൊക്കോ കേട്ടാ.
ആ സബിനകത്തും ചേച്ചിയുടെ ആറ്റിറ്റ്യൂഡ് ജ്ഞാനം വേദം നരസിംഹം നരസിംഹം ഉടനെ തന്നെ എക്സ്ക്ലൂസീവും പൂട്ടിക്കെട്ടി പോകുന്നതായിരിക്കും. ഓ അങ്ങനെയാണോ? നീ എന്നെ പറഞ്ഞതല്ലേ? ഓക്കെ, ഞാൻ ഓർത്ത് നീ എന്നെ പറഞ്ഞായിരിക്കും. എന്നെ പറഞ്ഞ എൻ്റെ വായ നല്ല വർത്താനം കേൾക്കും, അത് ആരാണെങ്കിലും. എന്നിട്ട് ചുണ്ട് കടിക്കാൻ പറഞ്ഞോട് ഈ വർത്താനം കാണിക്കുന്നത് നമ്മൾ കണ്ടില്ലായിരുന്നല്ലോ. കടിക്കലോടെ കുട്ട, അങ്ങനെയല്ലേ കുട്ടത്തി പറഞ്ഞ്. ഹായ് ഡിയർ, ഹായ്. അത് ഡിയർ എന്നായിരിക്കത്തില്ല, മറ്റേ ഡിയർ ആയിരിക്കും, കരടി, ഹിമക്കരടി. ലൈവ് സ്ക്രീൻഷോട്ട് എടുത്തിട്ടാണ്, അത് നമുക്കറിയാമല്ലോ. അല്ലാതെ ഇപ്പം ലൈവ് കയറി കണ്ട് ആസ്വദിച്ച് സ്ക്രീൻഷോട്ട് എടുത്തവന്മാരാണല്ലോ ഈ പരിപാടി കാണിച്ചത്. സോ എനിക്കതൊന്നും വിഷയമല്ല. ചേച്ചിക്ക് അതൊരു വിഷയമല്ല. കാരണം എന്താ, ചേച്ചിക്ക് തന്നെ അറിയാം അത് കണ്ടു കഴിഞ്ഞാൽ ആർക്കും ആസ്വാദനം ഉണ്ടാകുന്നുണ്ടെന്ന്. ഒരു മനുഷ്യന്റെ പോലും ആസ്വാദനം ഉണർത്തുകയും ഉളവാക്കുകയും ചെയ്യാൻ പാകത്തിലുള്ള ഒരു കാര്യങ്ങളും, അല്ലെങ്കിൽ ഒരു ആണൊരുത്തന്റെ ഡോപ്പാമൈൻ ഉണർത്താൻ പാകത്തിലുള്ള ഒരു പരിപാടികളും ചേച്ചിയെ കൊണ്ട് കഴിയത്തില്ല എന്നുള്ളൊരു കാര്യം നമുക്ക് വ്യക്തമായി മനസ്സിലായ ഒരു കാര്യം മാത്രമാണ്. അത് വെറും നഗ്ന സത്യമാണ്, വിഷയമല്ലാത്ത കാര്യമാണ്. അടങ്ങിയിരുന്നാലും വാവച്ച് എന്തേലും ചെയ്യും. ഉടനെ ഈ ലൈവ് ഇറങ്ങും, എനിക്ക് വിഷയമല്ല. ഈ ലൈവ് ഇറങ്ങി എനിക്ക് മയിരാണ്, മനസ്സിലായി? ഞങ്ങൾക്ക് മയിരാണ്. അയ്യോ സൂപ്പർ, അടിപൊളി, കിടിലം, ബിഗ് ബോസ് ഫെയിം, ബിഗ് ബോസ് റെപ്രസെന്റേറ്റീവ് മോഹൻലാല് ആദ്യമായിട്ട് കൈ പിടിച്ച് പുറത്തേക്ക് ഇറക്കിയ വ്യക്തി. ആരാത്? വാവ് ആയിട്ടുണ്ടല്ലേ അങ്ങനെ. സ്ക്രീൻഷോട്ട് റെക്കോർഡ് എടുത്ത് അവൻ ഉണ്ടാക്കട്ടെ. എനിക്ക് മയിരാണ്, മയിര്. ഓക്കെ, ഓ അങ്ങനെ, സോറിടാ ബ്ലൂ വെയിലെ ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു. ഞാനോർത്ത് നീ എന്നെ തെറി പറയായിരിക്കും. ആ നാറുകൾ എന്ത് വേണേലും കാണിക്കട്ടെ, അതും സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് രേണു അത് കാണിച്ചു ഇത് കാണിച്ചെന്ന് പറഞ്ഞ് ഈ പരിപാടിക്ക് നിൽക്കത്തില്ല. പക്ഷെ അന്നേരം നിന്നില്ലേ ആ പരിപാടിക്ക്? ഒരു സുഖമില്ലാത്ത ലൈവാണ്. ഞാൻ പിന്നെ വരാം, പോവാം, ബൈ. ഞാനിത് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്, വൈറലായി എന്ന് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. അതിന് എക്സ്ക്ലൂസീവ് എന്ന് പറയേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു ചേച്ചി. ചുമ്മാ ഒരു സ്റ്റോറി ഇട്ടാൽ പോരുന്നു ഞാൻ വൈറലായി എന്നുള്ളത്. അതിന് പ്രത്യേകിച്ച് രേണു പറയേണ്ട ആവശ്യമൊന്നുമില്ല. രേണു ഓൾറെഡി വൈറലാണ്. ഒരു വൈറൽ കോണ്ടന്റ് ആരാന്ന് ചോദിച്ചാൽ കേരളത്തിൽ രേണു സുധിയാണ്. ഇത്രയും നാള് ഇതുപോലെ തന്നെ കിടപിടിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ അത് മറ്റാർക്കും കഴിഞ്ഞിട്ടുള്ള കാര്യമല്ല, ആർക്കുമില്ല. സോ കഷ്ടം, ഈ കൊച്ചു കഷ്ടമാ. ആ നിക്കറങ്ങ് മാറ്റിയാ പോരെ പെണ്ണെ, എന്നിട്ട് നല്ലൊരു സാധനം എടുത്തിട്ടിരുന്നാ പോരെ. ഈ കാണിക്കുന്ന പരിപാടിയൊക്കെ നോക്കിയേ, എഴുന്നേറ്റ് തിരിയണമെങ്കിൽ പോലും അവിടെ എവിടെയൊക്കെ തപ്പി പിടിച്ച് തിരിയണം. അത്ര സാമ്പത്തിക നഷ്ടം ഒന്നുമില്ല, സാമ്പത്തിക മാന്ദ്യം സംഭവിച്ചിരിക്കുകയാണ്. ബൈ. അപ്പം എല്ലാവർക്കും ബൈ, ടാറ്റ. ഞാൻ പോയിക്കോട്ടെ. അയ്യോ അത് പോലടാ എൻ്റെ മക്കളെ, പോവല്ലേടാ, അയ്യോ പിടിക്കല്ലേടാ. ഇതൊരു എന്തോ പറയണ്ടേ, ഒരു ആഡാണോ അതോ ഷോർട്ട് ഫിലിമാണോ എന്തോ ഒരു സാധനം ഞാൻ ഇതേപോലെ കണ്ടിട്ടുണ്ട്. ലാപ്ടോപ്പ് ഓൺ ചെയ്ത് വെച്ചിട്ട് ചെറുക്കനപ്പുറത്ത് കയ്യിൽ വിലം കിട്ടിങ്ങനെ കിടക്കുന്നു, തൊട്ടിപ്പുറത്ത് പെണ്ണ് പോലീസിന്റെ ഉടുപ്പിട്ടുകൊണ്ട് നിൽക്കുന്നൊരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അമ്മ എങ്ങാണ്ടോ അതെയോ മോനെ ആരോ നിന്നെ വിലം കിട്ടി നിർത്തിയിട്ടാണ്. അതുപോലെ ആ രേണു സുധിയുടെ അവസ്ഥ. പോലെടാ, അവിടെ പോട്ടെടാ, ലൈവിലൂടെ പോട്ടെ, ചേച്ചി പോട്ടെടാ. ഫിൽറ്റർ മാറ്റാലോ? മാറ്റി കൊടുക്കുക ചേച്ചി, അമ്മ ഞെട്ടട്ടാ ചേച്ചിടാ ഫിൽറ്റർ മാറ്റുമ്പം. ഫിൽറ്റർ മാറ്റിയല്ലോ, ഫിൽറ്റർ ഇല്ലാത്ത ഞാൻ. ഓക്കെ, രേണു സുധി, ഫിൽറ്റർ ഇല്ലാത്ത രേണു സുധിയെ നിങ്ങൾ കണ്ടിരിക്കുന്നു. ഇത്രയും നേരം മുട്ടം ബൾബായിട്ട് നിന്നതാണ്, സ്റ്റേജിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിൽ വെക്കുന്ന ബൾബായിട്ട് നിന്ന രേണുവിനെ ഇപ്പൊ നിങ്ങൾക്ക് ചെറിയ കല്യാണ വീടുകളിൽ മാത്രം ഇടുന്ന LED ബൾബായിട്ട് മാത്രമേ കാണാനായിട്ട് സാധിക്കുന്നുള്ളൂ. അതാണ് രേണുവിന്റെ ഫിൽറ്റർ മാറ്റി. ഓക്കെ,
ഫിൽറ്റർ മാറ്റിയേ. ഇപ്പൊ തന്നെ ഒരു 150 എക്സ്ക്ലൂസീവ് സബ്സ്ക്രൈബേഴ്സ് ഇറങ്ങിപ്പോയി കാണും കേട്ടോ മിക്കവാറും. എന്തായാലും മൊഴി ഇങ്ങനെ ചുമ്മാ നോയിക്കൊണ്ടിരിക്കുന്നതിനാ, അവരിങ്ങനെ വന്നിരിക്കുന്നത് ഇങ്ങനെ കാണാനല്ല. ഫിൽറ്റർ മാറ്റി കുട്ടാ. ആ കുട്ടാ ആ തൊപ്പി വെച്ചത് കാര്യമായി. ഇല്ലാന്നുണ്ടെങ്കിൽ തേങ്ങ പൊതിക്കാൻ എടുത്ത് വെച്ചേക്കോന്ന് വിചാരിച്ചു. ഒഴിവാക്കിയുള്ള ഫിൽറ്റർ. അപ്പൊ ഞാൻ പോകുന്നു. ടാറ്റ, ബൈ ബൈ, ഓക്കെ, സീ യു, ലവ് യു ഓൾ. ഓക്കെ, എൻ്റെ വാക്കുകളിൽ എന്തെങ്കിലും നിങ്ങൾക്ക് വിഷമം വന്നിട്ടുണ്ടെങ്കിൽ ഐ എം സോ സോറി. നിങ്ങളുടെ വാക്കുകളിൽ എനിക്ക് വിഷമം വന്നിട്ടുണ്ടെങ്കിൽ ഞാനതൊന്ന് ക്ഷമിച്ചു. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ബൈ. അപ്പം വീണ്ടും ലൈവിൽ കാണുന്നവിടം വരെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇന്ന് പോസ്റ്റ് ഇടുന്നതായിരിക്കും, സ്റ്റോറി ഇടുന്നതായിരിക്കും, റീൽസ് ഇടുന്നതായിരിക്കും. നിങ്ങളൊക്കെ എന്നും എൻ്റെ കൂടെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് വേണം. ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഫിൽറ്റർ ഒഴിവാക്കിയിട്ടുണ്ട്. സോ ലവ് യു ഓൾ. ഫിൽറ്റർ ഒഴിവാക്കി വല്ല കാര്യം ഉണ്ടായിരുന്നു? ഉള്ള സബ്സ്ക്രൈബേഴ്സ് മൊത്തം ഇറങ്ങിപ്പോകുന്ന പരിപാടിയായി ചേച്ചിയുടെ ഫിൽറ്ററിലൂടെ. അതായത് വീണ്ടും ഇങ്ങനെ ഈ ചെയ്യുന്നതിന്റെ ചേച്ചിയുടെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോലുള്ള ആൾക്കാരെടുത്ത് റിയാക്ട് ചെയ്യുക എന്നുള്ളത് തന്നെ. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ വീണ്ടും ചെയ്യുന്നത്. കാരണം രേണുസുധിയുടെ അപരാധങ്ങൾ നമ്മൾ കാണുക മാത്രമല്ല, നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുക. രേണുസുധി കാണിക്കുന്ന തന്തയില്ലായ്മ ജനങ്ങളിലേക്ക് എത്തിക്കുക. ആ ഒരു ടൈറ്റിലോട് കൂടിയാണ് രേണുസുധിയുടെ ലൈവുകൾ നമ്മൾ ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നതും. അതിൽ നിന്ന് ഒരടി പിന്നോട്ടില്ല എന്ന് ഈ ഫോൺ നാമത്തിൽ ഞാൻ സത്യപ്രതിജ്ഞ ചെയ്തു കൊള്ളുന്നു. അതാണ് നമ്മുടെ രേണുസുധി. അങ്ങനെ ഒരു പരിപാടിയില്ലെങ്കിലും ഇനാഗ്രേഷനില്ലെങ്കിലും ഒന്നുമില്ലെങ്കിലും വീണ്ടും വീണ്ടും ലൈം ലൈറ്റ് നിൽക്കാനും രേണുവിനെ കൊണ്ട് മാത്രമേ കഴിയൂ. അതും വീട്ടിനുള്ളിലെ മുറിക്കുള്ളിലെ കട്ടിലിന്റെ പുറത്തിരുന്നുകൊണ്ട് ഇതുപോലെ ഒട്ടും പൈസ ഇല്ലാത്ത കുഞ്ഞു നിക്കറൊക്കെ ഇട്ടുകൊണ്ട്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല, കുഞ്ഞു നിക്കർ ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഞെരിയുമ്പോഴത്തേനും മര്യാദ ചിമ്പി ചുംബി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെ വല്ല കാര്യം ഉണ്ടാ പെണ്ണു പൂളായി നിങ്ങൾക്ക് ഉണ്ടോ? മര്യാദയ്ക്ക് തുണി ഇട്ടോണ്ടിരുന്ന് കഴിഞ്ഞാൽ അന്തമായിട്ട് ലൈവ് ഇട്ട് ഇറങ്ങിപ്പോ കൂടെ. പക്ഷെ എന്തോ ചെയ്യാന്, വന്നിരിക്കുന്നവരാരും രേണുസുധിയുടെ മുഖമോ മൂക്കോ പല്ലോ തലയോ കാണാൻ വരുന്നവരല്ല. അതുകൊണ്ട് രേണുസുധിക്ക് പോട്ടട കുട്ട ചക്കര മോനെ ആവേ പോട്ട അങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത്. ശരി ചേച്ചി.